എറണാകുളം കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. കേസിൽ റമീസിന്റെ അച്ഛൻ റഹീം 2-ാം പ്രതിയും അമ്മ ഷെരീഫ 3-ാം പ്രതിയുമാണ്. ഇരുവരും ഒളിവിലാണ്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ കുടുംബത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ കുട്ടിയുടെ അമ്മയടക്കം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ഈ വിശദാംശങ്ങൾ? ശ്രീജ, ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. കാരണം മാതാപിതാക്കൾക്കും സുഹൃത്തിനുമെതിരെയാണ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് ഇവർക്ക് ഈ കാര്യങ്ങൾ, ഇവരെ മർദ്ദിക്കുന്നത് സംബന്ധിയായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അവർക്ക് അറിയുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമായും തന്നെ റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കേസിലെ പിതാവ് റഹീം 2-ാം പ്രതിയും മാതാവ് ഷെരീഫ 3-ാം. ഇരുവരും ഒളിവിലാണ്. കാരണം ഈ റമീസിനെ അറസ്റ്റ് ചെയ്തതിന് പിറ്റേന്ന് മുതൽ തന്നെ ഇവർ ഒളിവിൽ പോയെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അന്നു മുതൽ തന്നെ ഇരുവരെയും പ്രതികളാക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇരുവർക്കും ഈ മതപരിവർത്തനം എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഗുരുതരമായ ആരോപണം ഇവർ രണ്ടുപേരും തന്നെ നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ സുഹൃത്ത് സഹദിനെയും കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. യുവതിയെ ഈ റമീസ് മർദ്ദിക്കുന്നത് കണ്ടിട്ടും ഇയാൾ തടഞ്ഞില്ല എന്നതാണ് ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സഹദിനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്റ്റേഷനിലേക്ക് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ മാതാപിതാക്കൾ നിലവിൽ ഒളിവിലാണ്. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ റമീസിന്റേത് തിങ്കളാഴ്ചയാണ് പരിഗണിക്കുന്നത്. 4 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യുക. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം പോലെ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ചോദ്യം ചെയ്യലാണ് ഇനി വേണ്ടത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്, കൊച്ചിയിൽ നിന്ന്.